പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളുടെ എണ്ണം ധാരാളം കൂടി വരികയാണ്. കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസിനൊക്കെയുള്ള അവന്യൂസ് ഇന്ന് കുട്ടികളുടെ ഇടയിലുണ്ട്. മാത്രമല്ല ഈ പഠിത്തം ഒഴിച്ചുള്ള ബാക്കി മേഖലകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്, സെലിബ്രേഷനാണ്. അപ്പോൾ അതിലൊക്കെ ക്യാരിഡ് അവേ ആകാൻ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അവരെ ബേസിക് ആയിട്ടുള്ളൊരു അക്കാഡമിക് എക്സലൻസ് ഒക്കെ അവർക്ക് ഒരു കുറച്ച് സ്കൂൾ ലെവലിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ അത് പലതരത്തിൽ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും തന്നെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിലൂടെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. ടീച്ചേഴ്സ് പേരൻസിനെ ബ്ലെയിം ചെയ്യുക, പേരൻസ് സ്കൂളിനെ ബ്ലെയിം ചെയ്യുക, അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ കുട്ടികളെ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ, കുറച്ചുകൂടെ പഠന പ്രക്രിയയിൽ അവരെ ഒന്ന് പങ്കാളികളാക്കാൻ, കുറച്ചുകൂടെ അവരെ പോസിറ്റീവായ ഒരു പഠന ചിന്തയിലേക്ക് നയിക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പൊതുവെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ ഇപ്പോൾ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം കുറവാണ്. ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ട്. കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങളും അതിനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഡിസ്ട്രാക്റ്റഡ് ആകാനുള്ള ഒരുപാട് അവന്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും സെൽഫോണും പലതരത്തിലുള്ള സമൂഹത്തിലെ ആധുനികമായ പല കാര്യങ്ങളും ഒക്കെ കുട്ടികളെ വളരെ നേരത്തെ തന്നെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന തന്ത്രങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ വളരെ നേരത്തെ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലുള്ളൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത് ഒരു വാസ്തവമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾക്ക് കുട്ടികൾ പഠിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് ബ്ലെയിം ചെയ്ത് നമുക്ക് ഇരിക്കാനും പറ്റില്ല. കാരണം അങ്ങനെ കുട്ടികൾ പഠിക്കാതെ പോയാൽ അവരുടെ ഭാവി, അവരുടെ മുമ്പോട്ടുള്ള കരിയർ എല്ലാം തന്നെ തടസ്സപ്പെടും. അല്ലെങ്കിൽ അവർക്കൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൺ ലെവൽ വരെ എല്ലാ കുട്ടികളിലും വരേണ്ട ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ സമൂഹത്തെ ബ്ലെയിം ചെയ്തു അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ബ്ലെയിം ചെയ്തു. പലരും ബ്ലെയിം ചെയ്യുന്നതൊക്കെ ഈ കോവിഡിനെയൊക്കെയാണ്, അല്ലെങ്കിൽ കോവിഡ് കാരണം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ബ്ലെയിം ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ലീഡേഴ്സ് ബ്ലെയിം ചെയ്യുന്നവരല്ല, ദേ ഓൾവേസ് ഫൈൻഡ് സൊല്യൂഷൻസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, എൻ്റെ ഒരു കുട്ടികളുടെ ഇടയിലുള്ള ഇടപെടലിൽ മനസ്സിലാക്കുന്ന ഒന്ന്, കുട്ടികൾക്ക് പൊതുവെ ഒരു മോട്ടിവേഷൻ ഇല്ല, പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഇല്ല, പഠനത്തോടൊരു താല്പര്യവും ഇഷ്ടവും പലപ്പോഴും വരുന്നില്ല. അതിന് പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതുപോലെ പലപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ല. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ എല്ലാവരും 90% വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ അല്ല. എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കണമെന്നോ ഒരേപോലെ പെർഫോം ചെയ്യണമെന്നോ പറഞ്ഞാൽ അതൊരിക്കലും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ അല്ല. വീടുകളിൽ മാതാപിതാക്കൾ അവരവരുടെ കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് ചേരുന്നൊരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് മാറും. വേറൊന്ന്, പൊതുവെ ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യം വളരെ കുറവായിരിക്കും. കാരണം പഠനം എന്ന് പറയുന്നത് തന്നെ ഒരു ഡിസിപ്ലിനാണ്. അത് നമ്മൾ എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരുന്നാലേ ഒരു കുട്ടിക്ക് കാര്യങ്ങളെ ലേൺ ചെയ്യാനായിട്ട് വരും. വേറൊന്ന്, കുട്ടികളിലുള്ള വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിലെ ഫൗണ്ടേഷൻ കിട്ടാതെ വരുമ്പോൾ, ചെറിയ ക്ലാസ്സുകളിൽ ഒരു നല്ല ബേസ് ഇല്ലാതെ വരുമ്പോൾ, മേലോട്ട് വരുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ കുറയും, അതുപോലെ തന്നെ അതിന് സാധ്യമല്ലാതാവും. അതും വലിയൊരു വിഷയമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്കൂളിന് വലിയ ഒരു റോള് പ്ലേ ചെയ്യാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം മാതാപിതാക്കളും എടുക്കുകയും മാതാപിതാക്കളും സ്കൂളും തമ്മിൽ കുറച്ചുകൂടെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കുട്ടികളിലെ ഈ പഠന പോരായ്മകൾ, പഠനത്തിൻ്റെ ഡെഫിഷ്യൻസീസ്, അതുപോലെ പഠനത്തിൽ നിന്നുള്ള അവരുടെ അകൽച്ചയൊക്കെ നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം, പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര കണ്ട് പാഷനേറ്റാണ്. പല അധ്യാപകരും ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ അതിലുള്ള ഒരു താല്പര്യം എന്താ, എന്തൂസിയാസം എന്താ, ഇൻട്രസ്റ്റ് എന്താ, അവർക്കതിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ എന്താ, വളരെ വളരെ എനർജറ്റിക് ആയിട്ടും വളരെ സ്പിരിറ്റഡ് ആയിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ, വളരെ ആരോഗ്യത്തോടുകൂടി പഠിപ്പിക്കുന്ന അധ്യാപകർ, വളരെ പാഷനേറ്റായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ കുട്ടികളിൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. പലപ്പോഴും കുട്ടികളുടെ എനർജി എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു എനർജിയാണ്. ആ എനർജിയോടാണ് കുട്ടികൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകരിൽ എന്തും വേണ്ടി ലൈഫ് സ്കില്ലുണ്ട്, എന്തും വേണ്ടി അവർ പാഷനേറ്റാണ്, എന്തും വേണ്ടി എനർജി
എനർജറ്റിക് ആണ്. അതിലൊക്കെ ഉപരിയായിട്ട് ആർ ദേ ഹാപ്പി ടീച്ചർ, അവർ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു അധ്യാപകനാണോ അധ്യാപികയാണോ, അത് വളരെ ഒരു വലിയ വിഷയമാണ്. അധ്യാപകർ വളരെ പാഷനേറ്റ് ആണെങ്കിൽ അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് കുട്ടികളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം അതാണ്. വേറൊന്ന്, ഈ സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കാനുള്ള അധ്യാപകരുടെ ഒരു കഴിവാണ്. അധ്യാപകരിൽ പലരും സബ്ജക്റ്റിനൊക്കെ വളരെ എക്സ്പേർട്ടാണ്, പക്ഷെ മുമ്പിരിക്കുന്ന കുട്ടികളുമായിട്ടൊന്ന് ഇമോഷണലി കണക്ട് ചെയ്യാൻ, അവരെ ഒന്ന് മനസ്സിലാക്കാൻ, അവരുടെ ഒരു ലെവൽ അസസ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ പോയാൽ പലപ്പോഴും നമ്മൾ പലതരത്തിൽ അവരെപ്പറ്റി കുറ്റം പറയും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ടീനേജിൽ ടീച്ചേഴ്സ് കുട്ടികളെ കുറ്റം പറഞ്ഞാൽ അവരുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റില്ല. കുറ്റം പറയലല്ല ഇവിടെ ആവശ്യം, അവരുമായിട്ട് നല്ല ഡിസ്കഷൻസ് ഉണ്ടാവണം. പഠനത്തെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയും ഒക്കെ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ എത്ര ടീച്ചേഴ്സ് മെനക്കെടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ISROയുടെ പുതിയ തലവൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒന്ന് കുട്ടികളുമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര ഫിസിക്സ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ എത്ര സയൻസ് ടീച്ചേഴ്സ് മെനക്കെട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ സാധാരണ തമിഴ് മീഡിയത്തിലൊക്കെ പഠിച്ചു വന്ന ഒരാളാണ് പിന്നെ ഒരു പോളിടെക്നിക്കിൽ പഠിച്ച് ജീവിതം ആരംഭിച്ച ഒരാളാണ് ഇന്ന് ISROയുടെ തലവനായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരിലൊക്കെ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ല പോസിബിലിറ്റീസും അവന്യൂസും പലപ്പോഴും നമ്മൾ തന്നെ ഉപയോഗിക്കാറില്ല. നമ്മൾ അന്നേരം സിലബസ് തീർക്കാനുള്ള ഒരു ബ്ലണ്ടായിട്ടുള്ള വളരെ റിജിഡായിട്ടുള്ളൊരു പാറ്റേണിലാണ് കുട്ടികളെ സമീപിക്കുന്നതിൽ കുട്ടികളെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളുടെ ഒരു വൈബ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് സിലബസ് തീർക്കണം. പക്ഷേ അതുപോലെ തന്നെ കുട്ടികളെ കണക്ട് ചെയ്യാതെ നമുക്ക് സിലബസ് തീർത്താൽ കുട്ടികളിൽ നല്ലൊരു ശതമാനം അതിനകത്ത് ആ വണ്ടിയിൽ ഉണ്ടായിരിക്കില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ ചില കുട്ടികളൊക്കെ പഠിക്കുന്നത് തന്നെ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരു ടീച്ചറിനോട് ഇഷ്ടം വന്നാൽ, അപ്പോൾ ആ ടീച്ചറിനോട് ഇഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു റിലേഷൻഷിപ്പ് ടീച്ചിങ് ഉള്ളത് കൊണ്ടാണ്. കുട്ടികളെ ഇഷ്ടപ്പെട്ടും കുട്ടികളെ മനസ്സിലാക്കിയും അവരോട് നല്ല ബന്ധം സൂക്ഷിച്ചുമൊക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കുട്ടികളിപ്പോൾ 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ 8ലും 7ലും 9ലും ഒക്കെ അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലും ഒക്കെ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളെ സമീപിക്കാൻ കഴിഞ്ഞാൽ, അവിടെ ഒരു ഇൻസ്പയറേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അവിടെ അവരെ ഒന്നുകൂടെ എനർജറ്റിക് ആക്കാൻ കഴിഞ്ഞാൽ, പഠനത്തോടുള്ള അവരുടെ സമീപനത്തെ അവിടെ ഒന്ന് മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ക്രിട്ടിക്കൽ ഇയറിലൊക്കെ വരുമ്പോൾ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. അതുപോലെ എന്ത് പഠിപ്പിക്കുമ്പോഴും എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് നോളജുകൾ, ഇതൊക്കെ ചേർത്ത് അതിലുപരിയായിട്ട് അവരുടെ കുട്ടികളുടെ ലോകത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമ്പിൾസുമായിട്ട് ടെക്സ്റ്റ് കോൺടെക്സ്റ്റ് എന്നൊക്കെ പറയും. അത് കുട്ടികളുടെ ലോകത്ത് പലപ്പോഴും കുട്ടികൾ ഇതെന്തിനാണ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇതൊക്കെ പഠിച്ചാൽ നാളെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. എവിടെയാണ് ജീവിതത്തിൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടാൻ പോകുന്നത്, എന്തെല്ലാം റിലവൻസ് ആണ് ഇതിനുള്ളത്, ഇത് നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ എവിടെയാണ് കണക്റ്റഡ് ആകുന്നത്, നാളത്തെ ജീവിതത്തിൽ എവിടെയാണ് ഇത് കണക്റ്റഡ് ആകാൻ സാധ്യതയോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിച്ച് കുട്ടികളെ പഠിപ്പിച്ചാൽ, ഇതൊക്കെയാണ് ഒരു റിയൽ ടീച്ചർ എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് ടീച്ചേഴ്സിന് വരാൻ കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി പേരൻസിനും ഉണ്ടായാൽ വളരെ നല്ലതാണ്. ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം പേരൻസ് ഉണ്ട്. പക്ഷേ പേരൻസ് കുട്ടികളുടെ മാർക്കിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയല്ല, അവരെ ട്രൂലി എഡ്യൂക്കേറ്റഡ് ആക്കണമെങ്കിൽ പേരൻസിനും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അവർ ഈ പ്രായോഗിക തലത്തിൽ അവരെങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിച്ച് കൊടുത്ത് പഠിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം സിറ്റുവേഷൻ മാത്രമല്ലാതെ അവരെ പല പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്ത്, അസൈൻമെൻറ്റിലൊക്കെ ഇൻവോൾവ് ചെയ്ത്, അവരുമായിട്ട് വർക്ക്ഷോപ്പിലോ ലബോറട്ടറിയിലോ ഒക്കെ പോയി അവരുമായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പലതരത്തിൽ നമുക്ക് അവരെ ഈ പഠിപ്പിക്കുന്ന വിഷയവുമായിട്ട് പലതരത്തിൽ ആക്റ്റീവായിട്ട് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ പറ്റും. അത്തരത്തിലുള്ള അസൈൻമെൻറ്റുകളും പ്രോജക്റ്റുകളും സെമിനാറുകളും ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് കുറച്ച് ഫ്രീഡം, അവർക്ക് പഠിക്കേണ്ട രീതികൾ ചൂസ് ചെയ്യാനും പഠിക്കേണ്ട രീതികൾ, പഠിക്കുന്ന കാര്യങ്ങളുടെ അവതരണങ്ങളൊക്കെ അവർക്ക് തന്നെ കണ്ടെത്താനും ഒക്കെയുള്ള
ഒരു ഫ്രീഡം ഒക്കെ അവർക്ക് കൊടുത്താൽ, അവരെയും കൂടെ അതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറാക്കി മാറ്റിയാൽ, അവരെയും കൂടെ അതിനകത്ത് പാർട്ട്നേഴ്സാക്കി മാറ്റിയാൽ കുറേ കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ കുട്ടികളിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. വിദേശ രാജ്യത്തൊക്കെ പഠനത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഇതാണ്. അവർ തന്നെ നോളജ് കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കുക, അവർ കൊണ്ടുവരുന്ന നോളജ് എല്ലാം കൂടെ പൂൾ ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും നോളജബിൾ ആകുകയൊക്കെ ചെയ്യുന്ന പല മെത്തേഡ്സും പല രാജ്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം നമ്മുടെ ഗോൾസ്. എല്ലാ കുട്ടികളെയും ഒരേപോലെ ഒരു പരീക്ഷയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവരെ അതങ്ങ് അസ്യൂം ചെയ്യാണ് ദാറ്റ് ഈസ് ദെയർ സ്റ്റാൻഡേർഡ്. അങ്ങനെയല്ല. ചില കുട്ടികൾ തിയററ്റിക്കലിയും മിടുക്കരായിരിക്കും, ചിലർ പ്രാക്ടിക്കലിയും മിടുക്കരായിരിക്കും, ചിലർ അതിൻ്റെ അസോസിയേറ്റഡ് പെരിഫറൽ ഏരിയയിലൊക്കെ ആയിരിക്കും മിടുക്കർ. എല്ലാ കുട്ടികളെയും നമുക്ക് ആവശ്യമുണ്ട്. നാളെ നമുക്ക് ടെക്നീഷ്യനെയും വേണം, സയൻറ്റിസ്റ്റിനെയും വേണം. അല്ല കുറേ സയൻറ്റിസ്റ്റുകൾ മാത്രം ഉണ്ടാക്കിയാൽ അത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവത്തില്ല ലോകത്ത്. അപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ലോകത്ത് ആവശ്യമുണ്ട്. നമ്മുടെ ഒരു വണ്ടി കേടാകുമ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് ഉള്ള ഒരാളിനെ അല്ലല്ലോ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഒരു വണ്ടി കേടാകുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ഒരു മെക്കാനിക്കിനെയാണ്. നമുക്ക് എല്ലാത്തരം ആൾക്കാരെയും ലോകത്ത് ആവശ്യമുണ്ട്. നമുക്ക് കുക്കും വേണം, ഷെഫും വേണം, നമുക്ക് ഡയറ്റീഷ്യനും വേണം, അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജിസ്റ്റും വേണം, എല്ലാവരും വേണം. അപ്പോൾ ഒരു മേഖലയിൽ കുറേ പ്രതിഭകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന പല ആൾക്കാർ. അപ്പം നമ്മുടെ ഈ ടെസ്റ്റൊക്കെ കുട്ടികൾക്ക് എന്തും വേണ്ടി അറിയാമെന്ന് കണ്ടുപിടിക്കാനായിരിക്കണം, അല്ല എന്തറിയില്ലെന്ന് കണ്ടുപിടിക്കുന്ന ഇപ്പോഴത്തെ ഒരു രീതി വളരെ അപകടകരമാണ്. അത് കുട്ടികളെ ഒട്ടും മോട്ടിവേറ്റ് ചെയ്യിക്കത്തില്ല. അപ്പോൾ അവർക്ക് എന്തെല്ലാം അറിയാം, ആ അറിയുന്നത് ഏത് തരത്തിലുള്ള അവരുടെ അറിവുകളെയും മാർക്കായിട്ട് അല്ലെങ്കിൽ ഗ്രേഡായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാം സിസ്റ്റം തന്നെ നമുക്കിന്ന് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ടീച്ചേഴ്സെങ്കിലും ആ കാര്യത്തിൽ അവന് അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നോളജാണ്, ഈ നോസ് ഹൗ ടു പ്രാക്ടീസ് തിങ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് അവരിൽ വലിയ. അപ്പോൾ കുട്ടികളെ ഒരു പരീക്ഷയിൽ മാത്രം അളന്ന് അവരെ കാൽക്കുലേറ്റ് ചെയ്യാതെ അവരുടെ വിവിധങ്ങളായ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, മൾട്ടിപ്പിൾ ടാലൻറ്റ്, മൾട്ടിപ്പിൾ ട്രെയ്റ്റ്സ് എല്ലാം, അതുപോലെ തന്നെ അവരുടെ സ്കിൽസ് എല്ലാം അസസ് ചെയ്യാനും ഇനി അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ ഒക്കെ നമ്മൾ ഒന്ന് റിഗാർഡ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ കുട്ടികൾ പഠനത്തോടൊരു പോസിറ്റീവായിട്ട് ഇടപെടാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രമിക്കും. അതുപോലെ അവർക്ക് നല്ല പ്രോത്സാഹനം ആവശ്യമാണ്, പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസവും കറക്ഷനും ആവശ്യമാണ്. ഇത് രണ്ടും ആവശ്യമാണ്. പ്രോത്സാഹനം വളരെയധികം വേണം. കാരണം ചില കുട്ടികളൊക്കെ ഡള്ളായിരിക്കുന്നത് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ റെക്കഗ്നീഷൻ, സപ്പോർട്ട്, എൻകറേജ്മെൻറ്റ്, അതുകൊണ്ടൊക്കെയാണ്. അപ്പം എല്ലാവർക്കും പ്രോത്സാഹനം, ചെറിയ പ്രോഗ്രസ്, ചെറിയ അച്ചീവ്മെൻറ്റുകൾ, ചെറിയ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നതിനെയൊക്കെ നമ്മളൊന്ന് പ്രൈസ് ചെയ്ത് കൊടുത്താൽ അവരതിലേക്ക് കയറി വരും. നേരെ മറിച്ച് നിങ്ങളാരും കൊള്ളത്തില്ല, നിങ്ങളൊന്നും ജയിക്കത്തില്ല, നിങ്ങളൊക്കെ മണ്ടന്മാരാണ് എന്ന് പറയുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആവശ്യമാണ്. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, ശരിയാക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, മാറ്റങ്ങൾ വേണ്ടത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പക്ഷെ അതെല്ലാം ഒരു പോസിറ്റീവ് സെൻസിലായിരിക്കണം. ഒരാളെ ചെറുതാക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഉള്ളൊരു ശ്രമം ആയിരിക്കരുത്. വളരെ നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് ഒരിക്കലും ഗുണം ചെയ്യില്ല. കുട്ടികളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുക, അവരുടെ കുറവുകളും കുറ്റങ്ങളും മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരിക്കലും അവർ പോസിറ്റീവായിട്ട് മാറില്ല. നേരെ മറിച്ച് അവരുടെ നല്ല കാര്യങ്ങളെയൊക്കെ അക്നോളജ് ചെയ്തുകൊണ്ട് തന്നെ ഇതും കൂടെ ഒക്കെ മെച്ചപ്പെടുത്തിയാൽ യു വിൽ ബി മോർ പവർഫുൾ, യു വിൽ ബി മോർ എക്സലൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് മുമ്പോട്ട് വരാനുള്ളൊരു വലിയ സാധ്യത അവസരമൊക്കെ വരും. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ ഇൻ്റലിജൻസ് ഏത് ലെവലിൽ നിന്നാലും അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരുടെ ബുദ്ധിശക്തി എന്നൊന്നും പറഞ്ഞാൽ അവർ കൊണ്ടുവന്നൊന്നുമല്ല, അവരുടെ പേരൻസിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്, അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയ ക്വാളിറ്റീസും ട്രെയ്റ്റ്സും ഒക്കെ അവരിൽ കാണുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ അവർക്കൊരു ഇൻഫീരിയോറിറ്റി തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിപ്പിക്കുന്ന കാലത്ത് എല്ലാ കുട്ടികൾക്കും സാധ്യതകളുണ്ട്, എല്ലാ കുട്ടികളെയും ഈ ലോകത്ത് ആവശ്യമാണ്, എല്ലാവർക്കും കഴിവുകളുണ്ട്. അതെല്ലാം ഒരുപോലെ ഇരിക്കില്ല, അല്ലെ എല്ലാം A1 വാങ്ങിക്കാൻ പറ്റുന്നതോ A+ വാങ്ങിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ളൊരു കഴിവായിരിക്കത്തില്ല. അപ്പോൾ ഒരു എക്സാം സിസ്റ്റം വെച്ചിട്ട് എല്ലാവരെയും അളക്കുന്ന ഈ രീതിയിൽ നമ്മൾ അതൊക്കെ അളന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളവരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിരിക്കണം. കാരണം ഈ മറ്റെല്ലാ തരം കഴിവുകളുള്ളവരെയും ലോകത്തിന് ആവശ്യമാണ്, ഒരു സമൂഹത്തിന് ആവശ്യമാണ്. എല്ലാവരെയും ജയിപ്പിക്കണമെങ്കിൽ എല്ലാവരെയും അക്നോളജ് ചെയ്തും എല്ലാവരെയും കരുതിയും മാത്രമേ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ
പിന്നെ ഏറ്റവും വലിയൊരു കാര്യം അവരെ ഒരു ഗോളുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഓരോ കുട്ടിക്കും ചേരുന്ന ഒരു ലക്ഷ്യം അവനിൽ ഫിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയാണ് കരിയർ ഗൈഡൻസിനും നല്ല ലൈഫ് ഗൈഡൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യവുമായിട്ടൊരു കുട്ടിയെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ, ഒരു സാധ്യതയുമായിട്ടൊരു കുട്ടിയെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ, അപ്പോൾ ഒരു കുട്ടിക്കൊരു സാധ്യത ഉണ്ടെന്ന് അവനൊന്ന് മനസ്സിലാക്കിച്ച് കൊടുത്താൽ, അവൻ്റെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് വെച്ചിട്ട് നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഒരു പോസിറ്റീവ് ചലനം ഉണ്ടാകുകയും അതൊരു മുന്നേറ്റമായി മാറുകയും അതൊരു ട്രാൻസ്ഫോർമേഷൻ ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്തെന്ന് വരാം. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള താല്പര്യമുള്ള ഒരാൾക്ക് ചുമ്മാതെ കുറേ കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടോ കുറേ വഴക്ക് പറഞ്ഞുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും കുട്ടികളിൽ പിന്നെ ഉയർച്ച ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ബേസൊക്കെ കുറവാണ്, ഫൗണ്ടേഷൻ കുറവാണെങ്കിൽ ആ ഏരിയാസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവരിലൊരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? അവർ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലോകത്ത് വളർന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകിൽ സ്കൂളിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, അല്ലെങ്കിൽ വീട്ടിൽ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തില്ല. ഇതൊന്നും കുട്ടികളുടെ നേരിട്ടുള്ള ഒരു കുറവുകളല്ല, അതെല്ലാം അവർക്ക് മറ്റുള്ളവർ കൊടുത്തതാണ്. അത് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിച്ചാൽ എല്ലാ കുട്ടികളെയും കുറേ കൂടെയൊക്കെ നമുക്ക് പഠനത്തിൽ താല്പര്യമുള്ളവരാക്കി ആ പഠനത്തിൻ്റെ പ്രക്രിയയ്ക്കകത്ത് അവരെ നിർത്താനുമൊക്കെ നമുക്ക് കഴിയും. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത്തരം വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് തന്നെ വലിയൊരു ഞങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.